ശസ്ത്രക്രിയ ഉപകരണങ്ങളുടെ ക്ഷാമം അറിയിച്ചില്ല എന്ന മെഡിക്കൽ കോളേജ് സൂപ്രണ്ടിന്റെ വാദം പൊളിയുന്നു. ശസ്ത്രക്രിയ ഉപകരണങ്ങൾ ആവശ്യപ്പെട്ട മെഡിക്കൽ കോളേജ് സൂപ്രണ്ടിന്റെ ഡോക്ടർ ഹാരിസ് അയച്ച കത്ത് പുറത്തുവന്നു. മാർച്ച് മാസത്തിലും ജൂൺ മാസത്തിലും സൂപ്രണ്ടിന് കത്ത് നൽകിയിരുന്നു. രാഹുൽ ജിനാഥ് തുടരുന്നുണ്ട് ഇതിന്റെയും വിശദാംശങ്ങളുമായി. രാഹുൽ, എല്ലാ കാര്യങ്ങളും വളരെ കൃത്യമായി ഡോക്ടർ ഹാരിസ് തുടക്കം മുതൽ തുറന്നു പറഞ്ഞതാണ്. അത് മാധ്യമങ്ങളോടും പറഞ്ഞിരുന്നു. ആരോടൊക്കെ ഇതിനായി സമീപിച്ചു, എന്തൊക്കെ കാര്യങ്ങൾ അദ്ദേഹത്തിന്റെ ഭാഗത്ത് നിന്ന് ഇതിനുവേണ്ടി ഉണ്ടായി എന്നത് കൃത്യമായി പറഞ്ഞു. അത് തെളിയിക്കാൻ താൻ തയ്യാറാണ് എന്ന അതേ നിലപാടിൽ ഇപ്പോഴും ഡോക്ടർ ഹാരിസ് ഉറച്ചു നിൽക്കുകയും ചെയ്യുന്നു. അതിനിടെയാണ് ഇത് വളരെ തെറ്റാണ്, ഈ പറഞ്ഞ കാര്യങ്ങൾ റിപ്പോർട്ട് ചെയ്ത് സൂപ്രണ്ടിന്റെ നൽകിയ കത്ത് അത് നൽകിയിട്ടില്ല എന്ന് പറഞ്ഞതൊക്കെ തെറ്റാണെന്ന് പുറത്തു വരികയാണ്. ഇതിൽ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം, ഇത്തരത്തിലൊരു കാര്യം അറിയിക്കാൻ താൻ എത്രമാത്രം കഷ്ടപ്പെട്ടു, അല്ലെങ്കിൽ ഒരു സംവിധാനത്തിൽ, താൻ ജോലി ചെയ്യുന്ന സംവിധാനത്തിൽ പരാതി അറിയിക്കാൻ മുന്നോട്ട് പോകുമ്പോൾ എത്രമാത്രം നാണക്കേടാണ്. ഒരു പരാതി അറിയിക്കാൻ പേപ്പർ പോലും നമ്മൾ പൈസ കൊടുത്ത് വാങ്ങണം, അവിടെ പ്രിൻ്റ് എടുക്കാൻ പോലുള്ള സൗകര്യമില്ല തുടങ്ങിയ കാര്യങ്ങൾ പറയുന്നുണ്ട്. അപ്പോൾ അവിടെ തുടങ്ങുകയാണ് പ്രശ്നങ്ങളെന്നാണ് പറയുന്നത്. അപ്പം ഈ 2 മാസങ്ങളിലും കത്ത് നൽകിയിട്ടുണ്ടായിരുന്നു. ഞാൻ നേരത്തെ സൂചിപ്പിച്ചത് അത് തന്നെയാണ്. ഈ മെമ്മോയിൽ, അത് വിശദീകരണം ആവശ്യപ്പെട്ടുകൊണ്ട് അയച്ച മെമ്മോയിൽ ഈ 2 കത്തുകളെ പറ്റി സൂചിപ്പിക്കുന്നുണ്ട്. ആ കത്ത് മാത്രമേ അയച്ചുള്ളൂ, മറ്റ് മീറ്റിങ്ങുകളിലോ മറ്റ് ചർച്ചകളിലോ ഇത് പറഞ്ഞില്ല എന്ന് പറയുകയാണ്. എന്ത് വിരോധാഭാസമാണ് എന്നാണ് നമുക്ക് തോന്നുന്നത്. കാരണം കത്തയച്ചു, അയക്കേണ്ട ഫോറത്തിൽ അയച്ചു, പറയേണ്ട ജീവനക്കാരിയോട് കൃത്യമായി അറിയിച്ചു, ഇത് കുറവുണ്ടെന്ന് അറിയിച്ചു. ഇതിനപ്പുറത്തേക്ക് മറ്റെന്തോ പ്രതീക്ഷിക്കുന്നു എന്ന തരത്തിലേക്കാണ് ആ വിശദീകരണം ആവശ്യപ്പെട്ടുള്ള മെമ്മോയിൽ കാര്യങ്ങൾ ആവശ്യപ്പെട്ടിരിക്കുന്നത്. ഒപ്പം ഈ റിപ്പോർട്ടിനെ പറ്റി തനിക്ക് അറിയില്ല, പക്ഷേ റിപ്പോർട്ടിൽ എന്ത് പരാമർശം വന്നാലും താൻ പറഞ്ഞ കാര്യങ്ങൾക്ക് താൻ മുന്നോട്ട് വയ്ക്കാൻ തെളിവുകളുണ്ട്. ആ തെളിവ് മുന്നോട്ട് വെച്ചുകൊണ്ട് തന്നെ താൻ പറഞ്ഞ നിലപാട് വീണ്ടും അറിയിക്കും എന്നുള്ള രീതിയിൽ തന്നെയാണ് ആർജവത്തോടെ പറഞ്ഞത്. പക്ഷേ ഇന്ന് വൈകാരികമായി പോയി ആ റിപ്പോർട്ട്, ഈ വിദഗ്ധ സമിതിയിലുള്ളവർ, അന്വേഷണ സമിതിയിലുള്ളവർ തൻ്റെ സുഹൃത്തുക്കളാണ്, താൻ എന്താണെന്ന് അവർക്ക് അറിയാം തുടങ്ങിയ കാര്യങ്ങൾ പറഞ്ഞുകൊണ്ടാണ് അദ്ദേഹം വൈകാരികമായ പ്രതികരണത്തിലേക്ക് വന്നത്. വൈകുന്നേരം പ്രതികരിക്കാമെന്ന് പറഞ്ഞുകൊണ്ട് ഇന്ന് തിയേറ്റർ ദിവസമാണ്, വീണ്ടും ജോലിയിലേക്ക് പോവുകയാണ് ആ മനുഷ്യൻ. അപ്പോൾ എന്തായാലും മെഡിക്കൽ കോളേജിലേക്ക് ഉള്ള യാത്രയിലാണ്. അപ്പോൾ എന്തായാലും ഇന്ന് വൈകാരികമായി പ്രതികരിച്ചു, എങ്കിലും നിലപാടിൽ ഉറച്ചു നിൽക്കും എന്ന് തന്നെയാണ് ഇന്നും ആവർത്തിച്ചത്. ശരി, രാഹുൽ ജിനാഥാണ് വിശദവിവരങ്ങൾ നൽകിയത്. ഡോക്ടർ ഹാരിസിന്റെ കണ്ണുനീരാണ് നമ്മൾ ഇന്ന് രാവിലെ കണ്ടത്. ഈ കാര്യങ്ങൾ ഭംഗിയായി നടക്കുന്നതിന്റെ ഭാഗമായി എല്ലാത്തിനും നേരായ വഴിയിൽ സഞ്ചരിച്ച ഒരു മനുഷ്യന്റെ നിസ്സഹായ അവസ്ഥയാണ് കണ്ടത്. ആരോഗ്യവകുപ്പും സർക്കാരും ഒന്നടങ്കം ഒരാളെ തോൽപ്പിച്ചു കളഞ്ഞു എന്ന് പറയാതിരിക്കാൻ കഴിയുന്നില്ല. ഈ ഘട്ടത്തിൽ നടപടി ഉണ്ടാവുമെന്ന് നമുക്കറിയാമായിരുന്നു, കാരണം കാണിക്കൽ നോട്ടീസ് നൽകുമെന്നൊക്കെ അറിയാമായിരുന്നു. പക്ഷേ ഈ അന്വേഷണം നടത്തി സമർപ്പിച്ച റിപ്പോർട്ടിൽ പറയുന്ന കാര്യങ്ങൾ അത് വല്ലാത്ത ഒരു പണിയായി പോയി എന്ന് വേണം പറയാൻ. അതൊക്കെ